പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് KCS ആക്ടിന്റെ ചാപ്റ്റർ 11 ആണ്. ചാപ്റ്റർ 11 എന്താണ്? എക്സിക്യൂഷൻ ഓഫ് അവാർഡ്, ഡിക്രി, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻ. എന്താണ്? എക്സിക്യൂഷൻ ഓഫ് അവാർഡ്, ഡിക്രി, ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെക്ഷൻ 75 മുതൽ 79 വരെയുള്ള ഏരിയ ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സെക്ഷൻ 75 മുതൽ 79 വരെ. ഓക്കെ, നമ്മൾ സെക്ഷൻ 75ലേക്ക് പോകുന്നു. സെക്ഷൻ 75 പറയുന്നത് എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജിനെ കുറിച്ചാണ്. എന്താണ്? എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ്, ചാർജിന്റെ നടപ്പിലാക്കൽ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കൽ. എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് ഏതാണ്? സെക്ഷൻ 75. അതിൽ പറയുന്നുണ്ട്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 9. ചാപ്റ്റർ 9 പറഞ്ഞ ഡിസ്പ്യൂട്ട് ആണ് കേട്ടോ. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 9. ചാപ്റ്റർ 9ൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും, ഓർ എനി അതർ ലോ ഫോർ ദ ടൈം ബീയിങ് ഇൻ ഫോഴ്സ്, ഇപ്പോൾ നിലവിലുള്ള മറ്റു നിയമങ്ങളിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും, but without prejudice to any other mode of recovery provided in this act, the registrar or any person subordinate to him empowered by the registrar in this behalf may, on the application of a society, by order in writing, direct the payment of any debt or outstanding demand due to the society by any member, past member, deceased member, by sale of the property or any interest therein, which is subject to a charge under subsection 1 of section 35. അതായത് നമ്മൾ സെക്ഷൻ 35 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താ സെക്ഷൻ 35? ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സർട്ടേൺ അസറ്റ് ആണ്. എന്താണ്? ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി ഓൺ സർട്ടേൺ അസറ്റ്, ചില പ്രത്യേക അസറ്റിന്മേലുള്ള സംഘത്തിന്റെ ആദ്യത്തെ അവകാശം. അതായത് ഒരു സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത് ഒരു ബോറോവർ വാങ്ങിയിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ, കന്നുകാലി, കാലിത്തീറ്റകൾ, ഇതിന്മേലൊക്കെയുള്ള ഫസ്റ്റ് റൈറ്റ് ആർക്കായിരിക്കും? സംഘത്തിനായിരിക്കും. അപ്പൊ ആ മെമ്പർ ഡിഫോൾട്ട് വരുത്തിയാൽ, എന്താണ്? വീഴ്ച വരുത്തിയാൽ എന്ത് ചെയ്യും? കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർക്ക് ഒരു അപേക്ഷ കൊടുക്കും, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും. എന്താണ് അപേക്ഷയിൽ പറയുന്നത്? സംഘത്തിൽ നിന്ന് ഇന്നയാൾ ഇത്ര തുക വായ്പ എടുത്തിട്ടുണ്ട്, ആ വായ്പാ തുക തിരിച്ചടക്കാൻ അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? സെക്ഷൻ 35 അനുസരിച്ച് അയാൾ വാങ്ങിയ അസറ്റിന്മേൽ ഞങ്ങൾക്ക് ഫസ്റ്റ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് ആ ഒരു ചാർജ് നടപ്പിലാക്കി തരണം എന്നുള്ള അപേക്ഷ ആർക്ക് കൊടുക്കാം? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രാർക്കോ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു അപേക്ഷ രജിസ്ട്രാർക്ക് സംഘം നൽകിയാൽ, അങ്ങനെ ഒരു അപേക്ഷ, അതാണ് ഇവിടെ പറഞ്ഞത്, അങ്ങനെ ഒരു അപേക്ഷ ആർക്ക് നൽകി? ആർക്ക് നൽകി? രജിസ്ട്രാർക്ക് നൽകിയാൽ, okay, the registrar or any person subordinate to him empowered by the registrar, രജിസ്ട്രാറോ രജിസ്ട്രാർ ചുമതലപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനോ എന്ത് ചെയ്യാം? ബൈ ആൻഡ് ഓർഡർ ഇൻ റൈറ്റിംഗ്, രേഖാമൂലമുള്ള ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തില് ഡയറക്റ്റ് നിർദ്ദേശം കൊടുക്കാം. ആ ഉത്തരവിൽ പറയുന്ന തുക ആ വ്യക്തി, ഉത്തരവിൽ പറയുന്ന വ്യക്തി സംഘത്തിലേക്ക് അടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പം ചാർജ് എൻഫോഴ്സ് ചെയ്യാൻ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സംഘത്തിനുള്ള ഫസ്റ്റ് ചാർജ് നടപ്പിലാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് സംഘം ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്? സെക്ഷൻ 75 അനുസരിച്ച് രജിസ്ട്രാർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പൊ ആ ചാർജ് നടപ്പിലാക്കാനുള്ള ഉത്തരവ് ആര് ഇഷ്യൂ ചെയ്യും? രജിസ്ട്രാറോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിട്ടുള്ള, രജിസ്ട്രാർ എംപവർ ചെയ്തിട്ടുള്ള, അധികാരപ്പെടുത്തിയിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? ബൈ ആൻഡ് ഓർഡർ ഇൻ റൈറ്റിംഗ്, രേഖാമൂലമുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തില് ആ ഉത്തരവിൽ പറയുന്ന വ്യക്തിയോട് സംഘത്തിലേക്ക് അടക്കാനുള്ള തുക എന്ത് ചെയ്യാം? അടക്കാൻ വേണ്ടി ആവശ്യപ്പെടാം. അല്ലാത്ത പക്ഷം ഫസ്റ്റ് ചാർജ് ഉള്ള ഒരു ഐറ്റം എന്ത് ചെയ്യാം?
അത് വിറ്റ് സംഘത്തിന് കിട്ടാനുള്ള തുക എന്ത് ചെയ്യാം, ഈടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഉത്തരവ് ആർക്ക് ഇഷ്യൂ ചെയ്യാം, രജിസ്ട്രാർക്ക് ഇഷ്യൂ ചെയ്യാം സെക്ഷൻ 75 അനുസരിച്ച്. അവിടെ വ്യക്തമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് നോ ഓർഡർ ഷാൾ ബി മെയ്ഡ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല. എന്താണ്, അൺലെസ്, എങ്ങനെയല്ല എങ്കിൽ ദ മെമ്പർ, ആ അംഗത്തിനോ, പാസ്റ്റ് മെമ്പർ, മുൻ അംഗത്തിനോ, ദ നോമിനി, അനന്തരാവകാശിക്കോ, അല്ലെങ്കിൽ നിയമപരമായ അവകാശികൾക്കോ, ആരുടെയാ, ഡിസീസ്ഡ് മെമ്പറിന്റെ നിയമപരമായ അവകാശികൾക്ക് എന്ത് ചെയ്യണം, ഹാസ് ബീൻ സെർവ്ഡ് വിത്ത് എ നോട്ടീസ്. എന്ത് കൊടുത്തിരിക്കണം, നോട്ടീസ് കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം. നിങ്ങൾ സംഘത്തിൽ നിന്നും ഇത്ര തുക വായ്പ എടുത്തിട്ടുണ്ട്, ആ വായ്പാ തുക അടച്ചില്ല എങ്കിൽ നിങ്ങളുടെ ആ പ്രോപ്പർട്ടി എന്താണോ, അസറ്റ് എന്താണോ, അത് വിറ്റ് സംഘത്തിന് കിട്ടാനുള്ള തുക ഈടാക്കുന്നതാണ് എന്ന നോട്ടീസ് കൊടുക്കാതെ ഈ ഉത്തരവ് രജിസ്ട്രാറോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തയാളോ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നോട്ടീസ് കൊടുത്തു, ആൻഡ് ഹാസ് ഫെയിൽഡ് ടു പേ. നോട്ടീസ് കൊടുത്തിട്ടും ആ മെമ്പറോ, പാസ്റ്റ് മെമ്പറോ, നോമിനിയോ, എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പറോ എന്ത് ചെയ്തില്ല, ഔട്ട്സ്റ്റാൻഡിംഗ് ഡിമാൻഡ്, അടക്കാനുള്ള തുക വിത്തിൻ 30 days, നോട്ടീസ് കൈപ്പറ്റിയ, നോട്ടീസ് സെർവ് ചെയ്ത ഡേറ്റ് മുതൽ 30 ദിവസത്തിനകം അടച്ചില്ലെങ്കിൽ മാത്രമാണ് മറ്റു നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ അതാ ഈ ഒരു കാര്യമാണ് സെക്ഷൻ 75 പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് ആണ്. അതായത് സെക്ഷൻ 35 പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ചാർജ്, കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അനുകൂലമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ചാർജിന്റെ നടപ്പിലാക്കൽ പറയുന്നത് എവിടെയാണ്, സെക്ഷൻ 75 അതിനുള്ള ഉത്തരവ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ആർക്കാണ്, രജിസ്ട്രാർക്കാണ്. അതിന് സംഘം രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കണം. അങ്ങനെ അപേക്ഷ കൊടുത്താൽ രജിസ്ട്രാർക്കോ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിക്കോ രേഖാമൂലമുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തില് ആ മെമ്പറോടോ, പാസ്റ്റ് മെമ്പറോടോ, നോമിനിയോടോ, മരിച്ചുപോയ അംഗമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിനോടോ അതിൽ പറഞ്ഞിരിക്കുന്ന തുക അടയ്ക്കുവാൻ വേണ്ടി ആവശ്യപ്പെടാം. അയാൾ അടക്കാത്ത പക്ഷമാണ് മറ്റുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ ഈ സെക്ഷൻ 75 വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞത്, നോട്ടീസ് കൊടുക്കാതെ ഒരു കാരണവശാലും ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് നടപടികളുമായിട്ടോ വിൽപ്പന നടപടികളുമായിട്ടോ മുമ്പോട്ട് പോകാൻ പാടില്ല. ഓക്കെ, നോട്ടീസ് കൊടുത്ത്, നോട്ടീസ് സെർവ് ചെയ്ത് 30 ദിവസത്തിനുള്ളിൽ ആ മെമ്പറോ, പാസ്റ്റ് മെമ്പറോ, നോമിനിയോ, എസ്റ്റേറ്റ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പറോ ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന തുക 30 ദിവസത്തിനകം അടക്കാൻ തയ്യാറായില്ലെങ്കിൽ വേണം മറ്റ് നിയമ നടപടികളുമായിട്ട്, അറ്റാച്ച്മെന്റോ സെയിൽ ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. ഇതാണ് ഇവിടെ പറയുന്നത്, സെക്ഷൻ 75 പറയുന്നത്. ഓക്കെ, എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ് ആണ് സെക്ഷൻ 75 പറയുന്നത്. അടുത്ത നോക്കിയേ, അടുത്തേതാണ് സെക്ഷൻ 76. വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു സെക്ഷൻ ആണ് സെക്ഷൻ 76. എന്താണ് പറഞ്ഞത്, എക്സിക്യൂഷൻ ഓഫ് ഓർഡർ. എക്സിക്യൂഷൻ ഓഫ് ഓർഡർ. ഓർഡർ എന്താണ്, ഉത്തരവിന്റെ നടപ്പിലാക്കൽ. ഉത്തരവിന്റെ നടപ്പിലാക്കൽ. അപ്പൊ ഒരു കാര്യം അറിയണം, ഏതൊക്കെയാണ് ഉത്തരവ്. നമ്മുടെ പുതിയ ഭേദഗതി ഉൾപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷൻ ആണിത്. ഏതൊക്കെയാണ് ആ ഉത്തരവ് നോക്കിക്കേ. ഉത്തരവ് എന്ന് പറയുന്നത് സെക്ഷൻ 68(2) പ്രകാരമുള്ള ഉത്തരവ്. ഏതാണ്, സർചാർജ് ഓർഡർ. 68(2) ഏതാണ്, സർചാർജ് ഓർഡർ. അതാണ് സെക്ഷൻ 68(2) പ്രകാരമുള്ള ഉത്തരവ്. അടുത്തത് സെക്ഷൻ 75 പ്രകാരമുള്ള ഉത്തരവ് നമ്മളിപ്പോ പഠിച്ചതാണ്. എന്താണ്, എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ്. ചാർജ് നടപ്പിലാക്കലുമായിട്ട് ബന്ധപ്പെട്ട് രജിസ്ട്രാറോ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിയോ ഇഷ്യൂ ചെയ്ത ഉത്തരവ്. അതാണ് സെക്ഷൻ 75 ഉത്തരവ്. അടുത്തത് എവരി ഡിസിഷൻ, തീരുമാനം, അവാർഡ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 70. സെക്ഷൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് ആണ്. അതും പ്രകാരം ഇഷ്യൂ ചെയ്ത ഉത്തരവ്. ദെൻ അടുത്തത് എവരി ഓർഡർ മെയ്ഡ് ബൈ ദ ലിക്വിഡേറ്റഡ് അണ്ടർ സെക്ഷൻ 73. 73 എന്താണ്, പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററുടെ അധികാര വിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂ ചെയ്ത ഉത്തരവ്. അടുത്തത് എവരി ഓർഡർ മെയ്ഡ് ബൈ ദ ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 82 അപ്പീൽ പ്രകാരമുള്ള ഉത്തരവ്. 84 റിവിഷൻ പ്രകാരമുള്ള ഉത്തരവ്. 85 റിവ്യൂ പ്രകാരമുള്ള ഉത്തരവ്. 86
ഇന്റർലൊക്യൂട്ടറി ഓർഡർ, ഇടക്കാല ഉത്തരവ്. അതുപോലെ തന്നെ സെക്ഷൻ 83 അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് പറയുന്ന ഉത്തരവ്. ഈ ഉത്തരവുകൾ ഷാൾ ഇഫ് നോട്ട് ക്യാരിഡ് ഔട്ട് എന്നാ പറഞ്ഞത്. രജിസ്ട്രാറുടെ അനുമതിയോടുകൂടി വേണം ഇതെന്ത് ചെയ്യാൻ, നടപ്പിലാക്കാൻ. അപ്പൊ ഏതൊക്കെയാണ് എക്സിക്യൂഷൻ വരുന്ന ഓർഡർ? ഏതൊക്കെയാണ്? 68(2) സർചാർജ് ഓർഡർ, ദെൻ 70 അവാർഡ് ഓൺ ഡിസ്പ്യൂട്ട് ഓർഡർ, 73 പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ലിക്വിഡേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ലിക്വിഡേറ്റർ ഇഷ്യൂ ചെയ്ത ഉത്തരവ്, 75 എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവ്, 82 പ്രകാരം ട്രിബ്യൂണലിൽ നൽകിയ അപ്പീൽ ഓർഡർ, 84 പ്രകാരമുള്ള ട്രിബ്യൂണൽ നൽകിയ റിവിഷൻ ഓർഡർ, 85 പ്രകാരമുള്ള ട്രിബ്യൂണൽ നൽകിയ റിവ്യൂ ഓർഡർ, 86 പ്രകാരം ട്രിബ്യൂണൽ നൽകിയ ഇന്റർലൊക്യൂട്ടറി ഓർഡർ, 83 പ്രകാരമുള്ള അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ഇഷ്യൂ ചെയ്ത ഉത്തരവ്. അപ്പൊ ഇതിന്റെ നടപ്പിലാക്കലാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 76. പുതിയ ഭേദഗതിയിലെ ഈ 68(2) ശേഷം പുതിയ ഒരു ഓർഡർ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭേദഗതിയാണ്, 2023 ഭേദഗതിയാണ്. എന്താണ് പറഞ്ഞത്? സെക്ഷൻ 68(2) ശേഷം പറഞ്ഞു എന്താണ്? എവരി ഓർഡർ ഓഫ് ദ ഓംബുഡ്സ്മാൻ അണ്ടർ സെക്ഷൻ 69. ഈ ഒരു പ്രൊവിഷൻ കൂടി പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? എവരി ഓർഡർ ഓഫ് ദ ഓംബുഡ്സ്മാൻ അണ്ടർ സെക്ഷൻ 69. 69A പ്രകാരം ഇഷ്യൂ ചെയ്ത ഉത്തരവ്? ഇഷ്യൂ ചെയ്ത ഉത്തരവ്? കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാന്റെ ഉത്തരവും കൂടെ എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കണം ഏതൊക്കെയാ ഉത്തരവ്. 68(2), 69A, 70, 73, 75, 82, 83, 84, 85, 86 ഈ ഉത്തരവുകളാന്റെ നടപ്പിലാക്കലാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 76. ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഉത്തരവുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എവരി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 76. 76 സെക്ഷൻ 76 പ്രകാരമുള്ള ഓർഡറോ അവാർഡോ ഡിസിഷനോ വിളിക്കുന്ന പേരെന്താണ്? 76 ഡിസിഷൻ വിളിക്കുന്ന പേരെന്താണ്? ഡിക്രി. ആ വാക്ക് ഓർത്തുക, ഡിക്രി. എവരി ഓർഡർ, ഡിസിഷൻ ഓർ അവാർഡ് മെയ്ഡ് അണ്ടർ സെക്ഷൻ 76 ഓഫ് ദി ആക്ട് എങ്ങനെ അറിയപ്പെടുന്നത്? ഡിക്രി എന്നറിയപ്പെടും. ഡിക്രി അത് ഓർത്തു വെച്ചേക്കണം. 76 പ്രകാരം ഉത്തരവിന് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഡിക്രി എന്നാണ്. ഡിക്രി കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഉത്തരവ് എങ്ങനെ നടപ്പിലാക്കണമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് ഇഫ് നോട്ട് ക്യാരിഡ് ഔട്ട്, നടപ്പിലാക്കാൻ പാടില്ല. ഈ ഉത്തരവുകൾ നടപ്പിലാക്കണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങളാ പറയുന്നത് 76. ഓൺ എ സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ ദ രജിസ്ട്രാർ, രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കൊടുക്കും. or any person authorized by him in this behalf be deemed to be a decree of a civil court and shall be executed in the same manner as a decree of such court എന്നാണ്. രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഏത് ഫോമിലാ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്? ഫോം നമ്പർ 12. ഏതിലാ? ഫോം നമ്പർ 12 ഈ ഒരു സർട്ടിഫിക്കറ്റ്, വിധി നടപ്പിലാക്കാനുള്ള സർട്ടിഫിക്കറ്റ് ആര് കൊടുക്കുന്നത്? രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്നത് ഫോം നമ്പർ 12. ആ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വിൽ ബി ഡീംഡ് ടു ബി, കണക്കാക്കപ്പെടും എന്തായിട്ട്? ഡിക്രി ഓഫ് എ സിവിൽ കോർട്ട്, ഒരു സിവിൽ കോടതിയുടെ ഉത്തരവിന് തുല്യമായിരിക്കും അത്. എന്നിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഒരു സിവിൽ കോടതിയുടെ ഉത്തരവ് എങ്ങനെയാണോ നടപ്പിലാക്കുന്നത് അതേ രീതിയിൽ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? രജിസ്ട്രാർ ഇഷ്യൂ ചെയ്ത ഈ സർട്ടിഫിക്കറ്റോട് കൂടി വേണം ആ വിധി എന്ത് ചെയ്യാൻ? എക്സിക്യൂട്ട് ചെയ്യാൻ. Then 2, where the order is for the recovery of money be executed according to the law and under rules for the time being in force for the recovery of arrears of public revenue due on land എന്നാണ്. അതായത് പണം വീണ്ടെടുക്കാനുള്ള ഉത്തരവാണെങ്കിൽ, പണം വീണ്ടെടുക്കാനുള്ള ഉത്തരവാണെങ്കിൽ അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം? അത് ഏത് നിയമപ്രകാരമാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ നിലവിലുള്ള ഏത് നിയമപ്രകാരമാണോ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതേ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം. എന്താണ്? where the order is for recovery of money. ഓക്കെ, പറയുന്നുണ്ട് provided that any application for such recovery
പണം വീണ്ടെടുക്കാനുള്ള ഉത്തരവാണെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മറ്റു നിർദ്ദേശവും കൂടി ഇവിടെ വെക്കുന്നുണ്ട്. എന്താണ്? ആർക്ക് കൊടുക്കണം? ടു ദ കളക്ടർ. ആർക്ക് കൊടുക്കണം? ആ ഒരു ഉത്തരവ് ആർക്ക് അയച്ചു കൊടുക്കണം? അത് അപേക്ഷയോടൊപ്പം ആർക്ക് കൊടുക്കണം? ആ ഉത്തരവ് നടപ്പിലാക്കാൻ കളക്ടർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ റിക്കവറി ഓഫ് മണി. ഓക്കെ, ആൻഡ് ഷാൾ ബി അക്കംപനീഡ് ബൈ എ സർട്ടിഫിക്കറ്റ് സൈൻഡ് ബൈ ദ രജിസ്ട്രാർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കളക്ടർക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ ഫോം നമ്പർ 12 രജിസ്ട്രാർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റും കൂടെ അതിനോടുകൂടി ഉണ്ടാവണം. ഓക്കെ, ദെൻ മറ്റൊരു പോയിന്റ് കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. വിത്തിൻ 12 years from the date fixed in order, decision or award, if no such date is fixed within 12 years from the date of the order, decision or award as the case may be. റിക്കവറി ഓഫ് മണിക്ക് വേണ്ടിയിട്ടുള്ള ഉത്തരവാണെങ്കിൽ അല്ലെങ്കിൽ ഉത്തരവാണെങ്കിൽ അത് നടപ്പിലാക്കാൻ എടുക്കേണ്ട സമയം എന്താണ്? ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മുതൽ 12 വർഷം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മുതൽ വിധി എക്സിക്യൂട്ട് എടുക്കേണ്ട സമയം ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മുതൽ 12 വർഷമാണ്. ഓക്കെ, ഉത്തരവിൽ ഡേറ്റ് ഒന്നും പറയുന്നില്ല എങ്കിൽ ഏത് ഡേറ്റിനാണ് ഓർഡർ ഇഷ്യൂ ചെയ്തത് ആ ഡേറ്റ് മുതൽ 12 വർഷം. അപ്പം ഈ റിക്കവറി ഓഫ് മണിയെ സംബന്ധിക്കുന്ന ആ ഒരു വിധി നടപ്പിലാക്കാൻ വേണ്ടി ആർക്ക് അപേക്ഷ കൊടുക്കാം? കളക്ടർക്ക് അപേക്ഷ കൊടുക്കാം. ആ വിധി നടപ്പിലാക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ഏത് ഡേറ്റിനാണോ വിധി പറഞ്ഞത് ആ ഡേറ്റ് മുതൽ 12 വർഷം, അല്ലെങ്കിൽ ആ വിധി പറഞ്ഞ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് മുതൽ 12 വർഷം. അപ്പൊ 12 വർഷം എന്നുള്ളത് ഓർത്തു വെച്ചേക്കണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വിധിയുടെ പകർപ്പ് ഇൻടാക്ട് കേട് കൂടാതെ സൂക്ഷിക്കേണ്ട വർഷം എത്ര തന്നെയാണ്? 12 വർഷമാണ്. അപ്പൊ ഒരു വിധി നടപ്പിലാക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 12 വർഷം. ആ 12 വർഷം എന്നുള്ളത് ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ അടുത്ത മറ്റൊരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. ബി എക്സിക്യൂട്ടഡ് ബൈ ദ രജിസ്ട്രാർ ഓർ എനി അതർ പേഴ്സൺ സബോർഡിനേറ്റ് ടു ഹിം എംപവേർഡ് ബൈ ദ രജിസ്ട്രാർ ഇൻ ദിസ് ബിഹാഫ് by the attachment and sale or sale without attachment of any property of the person or a society against whom the order or decision or award has been obtained or passed. അപ്പൊ അങ്ങനെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടി, സ്വത്തുക്കൾ എന്താണോ അത് ജപ്തി ചെയ്ത് വിൽക്കുകയോ ജപ്തി ചെയ്യാതെ വിറ്റുകൊണ്ടോ അതിൽ നിന്ന് കിട്ടാനുള്ള തുക എന്ത് ചെയ്യാം? റിയലൈസ് ചെയ്യാനുള്ള ഉത്തരവ് രജിസ്ട്രാർക്കോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്തയാളിനോ എന്ത് ചെയ്യാം? നടപ്പിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽ ഓഫീസറെ പോലുള്ള ആൾക്കാർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്കും എന്താണ് പറഞ്ഞത്? സെയിൽ ഓഫീസറിന്മേലുള്ള അപ്പീൽ കൊടുക്കേണ്ടത് രജിസ്ട്രാർക്കാണ്. കാര്യം സെയിൽ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. അപ്പൊ സെയിൽ ഓഫീസർ എന്താണ് നമ്മൾ പഠിക്കുന്നത്? എന്താ? സെയിൽ ഓഫീസർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ ദ രജിസ്ട്രാർ ടു എക്സിക്യൂട്ട് ദ ഓർഡർ ഓഫ് രജിസ്ട്രാർ എന്നാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സെയിൽ ഓഫീസറെ സംബന്ധിക്കുന്ന ഒരു പരാതി ഉണ്ടെങ്കിൽ അത് കേൾക്കാനുള്ള അധികാരം ആർക്കാണ്? രജിസ്ട്രാർക്കാണ്. ഓക്കെ, അപ്പൊ അത് ആ ഒരു പോയിന്റ് ഓർത്തു വെച്ചേക്കണം. അപ്പൊ സെക്ഷൻ 76 പറയുന്നത് എക്സിക്യൂഷൻ ഓഫ് ഓർഡറിനെ കുറിച്ചാണ്. രജിസ്ട്രാർ ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വേണം ഓർഡർ നടപ്പിലാക്കാൻ. അതിനൊരു സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർ സൈൻ ചെയ്ത് സീൽ ചെയ്ത് തന്റെ ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ കൊടുക്കും. അത് ഫോം നമ്പർ 12 കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കറ്റോട് കൂടി വേണം എന്ത് ചെയ്യാൻ? വിധി നടപ്പിലാക്കാൻ. അപ്പൊ ഒരു സിവിൽ കോടതിയുടെ വിധിക്ക് തുല്യമായിരിക്കും ആ രജിസ്ട്രാർ സൈൻ ചെയ്ത് തന്റെ ഡെസിഗ്നേഷനിൽ തന്റെ ഓഫീസ് അഡ്രസ്സിൽ കൊടുക്കുന്ന ആ ഉത്തരവ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 76 പറയുന്നത്. അടുത്ത് നോക്കിയേ, സെക്ഷൻ 77. രജിസ്ട്രാർ ഓർ പേഴ്സൺ empowered by him to be a court for civil court for certain purpose എന്നാണ്. എന്താണ്? രജിസ്ട്രാറോ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിയോ ടു ബി എ എന്തായിട്ട് കണക്കാക്കാം? ഒരു കോടതിക്ക് സമാനമായിട്ട് കണക്കാക്കാം. ഫോർ certain purpose, ചില പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട്. അത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 77 ആണ്. രജിസ്ട്രാർ ഓർ പേഴ്സൺ empowered by him to be a court for certain purpose. അപ്പൊ എന്താ അതിൽ പറയുന്നത്? The registrar or any person empowered by him in this behalf shall be deemed, when exercising any power under this act, for the recovery of any amount by the attachment and sale, or by sale without attachment of any property, or when passing any orders on any application made to him for such a recovery, to be a civil court for the purpose of Article 136 of the Schedule to the Limitation Act
1963. അതായത് 1963 ലോ ഓഫ് ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ച് അതിന്റെ ആർട്ടിക്കിൾ 136 അനുസരിച്ച് രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിയോ, നമ്മൾ നേരത്തെ പറഞ്ഞ റിക്കവറി ഓഫ് മണിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്ത് വിൽക്കുവാൻ വേണ്ടിയിട്ടോ അറ്റാച്ച് ചെയ്യാതെ വിൽക്കുവാൻ വേണ്ടിയിട്ടോ ഉത്തരവ് ഇഷ്യൂ ചെയ്യുന്ന രജിസ്ട്രാർക്കോ രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിയോ ഒരു കോടതിക്ക് സമാനമായിരിക്കും. ഓക്കെ, അവർ ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവ് ഒരു കോടതി ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവിന് തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഏത് ആക്ടും പ്രകാരമാണ്? 1963 ലോ ഓഫ് ലിമിറ്റേഷൻ ആക്ടിന്റെ ആർട്ടിക്കിൾ 136 അനുസരിച്ച്. അപ്പം രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്നയാളോ ടു ബി എ കോർട്ട് ഫോർ സർട്ടൻ പർപ്പസ് എന്നാണ് അത് പറയുന്ന സെക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ 77. രജിസ്ട്രാർ അധികാരപ്പെടുത്തിയ വ്യക്തിയോ ഒരു കോടതിക്ക് സമാനമായിരിക്കും. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? റിക്കവറി ഓഫ് മണിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അവർ ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവ് ഒരു കോടതി ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവിന് സമാനമായിരിക്കും. അവർക്ക് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം, വിൽക്കാം, അറ്റാച്ച് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം? വിൽക്കാം. ഓക്കെ, അത് പറയുന്ന സെക്ഷൻ ആണ് ഏത്? സെക്ഷൻ 77. അടുത്ത സെക്ഷൻ നോക്കിയേ, സെക്ഷൻ 78. അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ. എന്താണ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ? വിധിക്ക് മുമ്പോ അല്ലെങ്കിൽ ഉത്തരവിന് മുമ്പോ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. ഈ 78 വിളിക്കുന്ന മറ്റൊരു പേര് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് എന്നാണ് വിളിക്കുന്നത്. കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് ഇത് നമ്മൾ പൊതുവെ എക്സാമിന് ചോദിക്കുന്നതാണ്. കഴിഞ്ഞ JCI പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എന്താണ് കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ആൻഡ് ഓർഡർ. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പൊതുവെ അവാർഡോ ഓർഡറോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതിന് വിപരീതമാണ്. അവാർഡോ ഓർഡറോ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നു? പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുവാണ്. അതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? കണ്ടീഷണൽ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നത്. അത് ഏത് സാഹചര്യത്തിലാണെന്നും കൂടെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. നോക്കിക്കേ, ഇഫ് ദ രജിസ്ട്രാർ ഈസ് സാറ്റിസ്ഫൈഡ്, രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആകിയാണ് ഓൺ ആൻ ആപ്ലിക്കേഷൻ റിപ്പോർട്ട്, ഓൺ ആൻ ആപ്ലിക്കേഷൻ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിലോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ എൻക്വയറി അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലോ ഓർ അതർവൈസ് ദാറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ രജിസ്ട്രാർക്ക് ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്. ദാറ്റ് എനി പേഴ്സൺ ഏതെങ്കിലും വ്യക്തി വിത്ത് ഇന്റന്റ് ടു ഡിലേ, ഇന്റന്റ് ബോധപൂർവം ഡിലേ വൈകിപ്പിക്കുക, ഓർ ഒബ്സ്ട്രക്റ്റ് തടസ്സപ്പെടുത്തുക, എന്താ? ദ എൻഫോഴ്സ്മെന്റ് ഓഫ് എനി ഓർഡർ ഏതെങ്കിലും ഉത്തരവിന്റെ നടപ്പിലാക്കൽ അല്ലെങ്കിൽ തീരുമാനത്തിന്റെ നടപ്പിലാക്കൽ അല്ലെങ്കിൽ വിധിയുടെ നടപ്പിലാക്കൽ എന്ത് ചെയ്തു? ഡിലേ താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റ് തടസ്സപ്പെടുത്താനോ സാധ്യതയുണ്ട് എന്ന് ആർക്ക് ബോധ്യപ്പെട്ടാൽ? രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ ദാറ്റ് മേ ബി മെയ്ഡ് അഗെയിൻസ്റ്റ് ഹിം അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട്. ഈ ആക്ട് അനുസരിച്ച് അയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഓർഡറോ അവാർഡോ ഓർഡറോ വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യാം? ആ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാം. ആ സെക്ഷൻ 35 പ്രകാരമുള്ള ആ ഒരു ഫസ്റ്റ് ചാർജ് ഉള്ള ഐറ്റം എന്ത് ചെയ്യാം? അറ്റാച്ച് ചെയ്യാം. ഓർഡറോ വിധിയോ പറയുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ സാഹചര്യം എന്താണ്? ഈ രജിസ്ട്രാർക്ക് ഒരു കാര്യം ബോധ്യപ്പെടുകയാണ്, ഒരു ഉത്തരവിന്റെ നടപ്പിലാക്കൽ വൈകിപ്പിക്കാനോ അത് തടസ്സപ്പെടുത്താനോ ഉള്ള ബോധപൂർവമായ ശ്രമമുണ്ട് എന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹം ഏതുമായിട്ട് മുമ്പോട്ട് പോകും? കണ്ടീഷണൽ അറ്റാച്ച്മെന്റുമായിട്ട് മുമ്പോട്ട് പോകും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ബോധ്യപ്പെട്ടത് അത് പറയുന്നുണ്ട്. ഈസ് അബൌട്ട് ടു, അദ്ദേഹം ബോധ്യപ്പെട്ട കാര്യം ഇതാണ്, ഈസ് അബൌട്ട് ടു ഡിസ്പോസ് ഓഫ് ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ പ്രോപ്പർട്ടി. ആ ഓർഡറിൽ പറയുന്ന പ്രോപ്പർട്ടി മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഡിസ്പോസ് ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടാൽ. 2, ഈസ് അബൌട്ട് ടു റിമൂവ് ദ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ രജിസ്ട്രാർ. രജിസ്ട്രാറുടെ അധികാര പരിധിയിൽ നിന്നും ആ പ്രോപ്പർട്ടി നീക്കം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ. എന്താണ് പറഞ്ഞത്? മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഡിസ്പോസ് ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടാൽ, മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ രജിസ്ട്രാറുടെ അധികാര പരിധിയിൽ നിന്ന് ആ പ്രോപ്പർട്ടി എടുത്തു മാറ്റുമെന്ന് ബോധ്യപ്പെട്ടാൽ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ കണ്ടീഷണൽ അറ്റാച്ച്മെന്റുമായിട്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. അതായത് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ആൻഡ് ഓർഡർ. ഇത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 78 ആണ്. അതിന്റെ സാഹചര്യം മനസ്സിലായത്
രജിസ്ട്രാർ ഒരു കാര്യം സാറ്റിസ്ഫൈഡ് ആകുകയാണ്, ഏതെങ്കിലും വിധിയുടെ നടപ്പിലാക്കൽ വൈകിപ്പിക്കാനോ തടസ്സപ്പെടുത്താനോ ഉള്ള ശ്രമം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ രജിസ്ട്രാർക്ക് ഏത് അറ്റാച്ച്മെന്റുമായിട്ട് മുമ്പോട്ട് പോവാം? അറ്റാച്ച്മെന്റ് ബിഫോർ അവാർഡ് ആൻഡ് ഓർഡർ അല്ലെങ്കിൽ കണ്ടീഷണൽ അറ്റാച്ച്മെന്റുമായിട്ട് മുമ്പോട്ട് പോകാവുന്നതാണ്. ഇതാണ് ഇവിടെ പറയുന്നത് സെക്ഷൻ 78. അടുത്ത് നോക്കി സെക്ഷൻ 79. റിക്കവറി ഓഫ് സം ഡ്യൂ ടു ഗവൺമെന്റ് ആണ്. റിക്കവറി ഓഫ് സം മീൻസ് തുക, ഡ്യൂ ടു ഗവൺമെന്റ്, ഗവൺമെന്റിലേക്ക് കിട്ടാനുള്ള തുക റിക്കവർ ചെയ്യുന്നതാണ്. നോക്കിയേ, ഓൾ സം എല്ലാ തുകയും ഡ്യൂ ഫ്രം എ സൊസൈറ്റി, ഒരു സൊസൈറ്റിയിൽ നിന്ന് കിട്ടാനുള്ള തുകയോ, ഓർ ഫ്രം ആൻ ഓഫീസർ ഓർ മെമ്പർ ഓർ പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ ഓഫ് എ സൊസൈറ്റി, അംഗത്തിൽ നിന്നോ മുൻ അംഗത്തിൽ നിന്നോ മരിച്ചുപോയ അംഗത്തിൽ നിന്നോ കിട്ടാനുള്ള എല്ലാ തുകയും, including any cost awarded to the government under any provision of this act, may on a certificate issued by the registrar, registrar issue ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ, or the DCA issue ചെയ്ത സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ, be recovered in the same manner as arrears of public revenue due on land. എങ്ങനെയാണോ arrears of public revenue due on land, നമ്മൾ പറയാം ലാൻഡ് ടാക്സ്, അതെങ്ങനെയാണോ തിരിച്ചു പിടിക്കുന്നത്, അല്ലെങ്കിൽ പബ്ലിക് റവന്യൂ ലാൻഡിന്മേലുള്ള പൊതുധനം എങ്ങനെയാണോ കളക്ട് ചെയ്യുന്നത്, അതേ രീതിയിൽ ഗവൺമെന്റിന് കിട്ടാനുള്ള തുക ഈടാക്കാനുള്ള ഉത്തരവ് ആർക്ക് ഇഷ്യൂ ചെയ്യാം? രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ DCAക്കോ ഇഷ്യൂ ചെയ്യാം. ഈ പറഞ്ഞ സംഘമോ സംഘത്തിലെ ഓഫീസറോ മെമ്പറോ പാസ്റ്റ് മെമ്പറോ ഏതെങ്കിലും തുക ഗവൺമെന്റിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ രജിസ്ട്രാറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലോ DCയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലോ എങ്ങനെയാണോ അരിയേഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ ഡ്യൂ ഓൺ ലാൻഡ്, അതായത് കരക്കുടിശ്ശിക ഈടാക്കുന്നത് എങ്ങനെയാണോ അതേ രീതിയിൽ ഈ തുക എന്ത് ചെയ്യാം? ഇത് റീകളക്ട് ചെയ്യാനുള്ള ഉത്തരവ് രജിസ്ട്രാർക്ക് ഇഷ്യൂ ചെയ്യാം, റിക്കവർ ചെയ്യാനുള്ള ഉത്തരവ് രജിസ്ട്രാർക്ക് ഇഷ്യൂ ചെയ്യാം. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട് സം ഡ്യൂ ഫ്രം എ സൊസൈറ്റി ടു ദ ഗവൺമെന്റ് ആർ റിക്കവറബിൾ അണ്ടർ സബ്സെക്ഷൻ 1 മേ ബി റിക്കവേർഡ് ഫസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗവൺമെന്റിലേക്ക് കിട്ടാനുള്ള തുകയാണ് എന്ത് ചെയ്യുന്നത്? റിക്കവേർഡ് ഫസ്റ്റ്. ഒരിക്കൽ എക്സാമിന് ചോദിച്ചതാണ്, ഗവൺമെന്റിലേക്ക് കിട്ടാനുള്ള തുക റിക്കവേർഡ് ഫസ്റ്റ്, ആദ്യം റിക്കവർ ചെയ്യും. ലിക്വിഡേഷൻ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ, അസറ്റ് വിറ്റ് ബാധ്യതകൾ കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കുന്ന ആരുടെ ബാധ്യതയാ? ഗവൺമെന്റ് ഡ്യൂസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഗവൺമെന്റ് ഡ്യൂസ് ആർ റിക്കവേർഡ് ഫസ്റ്റ് എന്നാണ്. ഗവൺമെന്റിലേക്ക് അടക്കാനുള്ള തുകയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം അടക്കേണ്ടത്, ആദ്യം പിടിക്കുന്നതാണ്. Okay, from the property of the society, and secondly in the case of a society the liability of the members of which is limited from the members, past members or the estate of deceased members. ആദ്യം സംഘത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഗവൺമെന്റിലേക്ക് കിട്ടാനുള്ള തുക ഈടാക്കുന്നത്. ദെൻ പിന്നീട് മെമ്പേഴ്സിലേക്കോ പാസ്റ്റ് മെമ്പേഴ്സിലേക്കോ അവരുടെ അനന്തരാവകാശത്തിലേക്ക് പിന്നീടേ പോകത്തുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഡ്യൂസ് ആർ റിക്കവേർഡ് ഫസ്റ്റ്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ് ഡ്യൂസ് റിക്കവർ ചെയ്യുമ്പോൾ ആദ്യം സംഘത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്നാണ് റിക്കവർ ചെയ്യുന്നത്. രണ്ടാമത് ആരിലേക്ക് പോകത്തുള്ളൂ? സെക്കൻഡ് ആയിട്ട് എങ്ങോട്ട് പോകത്തുള്ളൂ? ഈ പറഞ്ഞ പോലെ മെമ്പേഴ്സിലേക്കോ പാസ്റ്റ് മെമ്പേഴ്സിലേക്കോ എസ്റ്റേറ്റ് ഓഫ് എ ഡിസീസ്ഡ് മെമ്പേഴ്സിലേക്കോ പോകത്തുള്ളൂ. ആദ്യം പ്രോപ്പർട്ടി ഓഫ് ദ സൊസൈറ്റി ആണ് ഇത് റിക്കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 79 ആണ്. റൂള് 94 റിക്കവറി ഓഫ് സം ഡ്യൂ ടു ദ ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ 11 പറയുന്നത് സെക്ഷൻ 75 എൻഫോഴ്സ്മെന്റ് ഓഫ് ചാർജ്, 76 എക്സിക്യൂഷൻ ഓഫ് ഓർഡർ, 77 രജിസ്ട്രാർ ഓർ പേഴ്സൺ എംപവേർഡ് ബൈ ഹിം ടു ബി എ സിവിൽ കോഡ് ഫോർ സർട്ടൻ പർപ്പസ്, 78 അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർഡർ അല്ലെങ്കിൽ കണ്ടീഷണൽ അറ്റാച്ച്മെന്റ്, 79 റിക്കവറി ഓഫ് സം ഡ്യൂ ടു ദ ഗവൺമെന്റ്. അപ്പൊ ഈ ഒരു സെക്ഷൻ ആണ് ചാപ്റ്റർ 11 ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക, കേൾക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.